യുക്രൈൻ വെടിനിർത്തലിന് ധാരണയാകാതെ ട്രംപ് പുടിൻ കൂടിക്കാഴ്ച. അലാസ്കയിൽ അടച്ചിട്ട മുറിയിൽ 3 മണിക്കൂറോളം നീണ്ട ചർച്ച പോസിറ്റീവ് എന്നാണ് ഇരു നേതാക്കളും പ്രതികരിച്ചത്. എന്നാൽ സമാധാന കരാറിൽ അന്തിമ ധാരണയായില്ല. യുക്രൈൻ സഹോദര രാജ്യമെന്നും പ്രശ്നം സുരക്ഷാ ഭീഷണിയെന്നും പുടിൻ പറഞ്ഞു. ചർച്ചയുടെ പുരോഗതി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അറിയിക്കും. നാറ്റോ രാജ്യങ്ങളുമായി ചർച്ച ചെയ്ത ശേഷം മറ്റു തീരുമാനങ്ങളെന്ന് ട്രംപ് അറിയിച്ചു. തുടർ ചർച്ചകൾക്കായി ട്രംപിനെ മോസ്കോയിലേക്ക് ക്ഷണിച്ചു. വിനീത വേണു ചേരുന്നു വിശദാംശങ്ങളുമായി. വിനീത, ഈ ചർച്ച നമ്മൾ ഏറെ ഉറ്റുനോക്കിയിരുന്നതാണ്. പക്ഷേ അത് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നില്ല എന്നാണോ പറയുന്നത്? പക്ഷേ നേതാക്കൾ പറയുന്നത് പോസിറ്റീവായാണ് അല്ലേ? വെരി ഗുഡ് മോർണിംഗ് റോഷ്നി, ചൈതന്യ. അത്രത്തോളം നിരാശാജനകമല്ല കൂടിക്കാഴ്ച എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാർത്താ സമ്മേളനത്തിലും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ വ്ളാഡിമിർ പുടിനും ഡൊണാൾഡ് ട്രംപും തയ്യാറായില്ല എങ്കിൽ പോലും ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന് നേതാക്കൾ പറയുന്നു. പക്ഷേ യുക്രൈൻ സമാധാന കരാർ ഉണ്ടാകും എന്ന് കരുതിയതുമില്ല. ഈ ചർച്ചകൾ തന്നെ പോസിറ്റീവ് എന്ന് കരുതണം. ഇനിയിപ്പോൾ യുക്രൈൻ്റെ നിലപാട് കൂടി അറിഞ്ഞ ശേഷമായിരിക്കും തുടർ തീരുമാനങ്ങൾ ഉണ്ടാവുക. ഇതിൽ നാറ്റോ രാജ്യങ്ങളുടെ നിലപാടും നിർണായകം തന്നെയാണ്. ഏതായാലും സമാധാന പ്രതീക്ഷകൾ നൽകുന്നതാണ് ഈ കൂടിക്കാഴ്ച എന്നത് നിർണായകമാണ്. ഏതാണ്ട് 3 മണിക്കൂറോളമാണ് അലാസ്കയിൽ അടച്ചിട്ട മുറി ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും കൂടിക്കാഴ്ച നടത്തിയത്. ഇരുവരും നേർക്കുനേർ ചർച്ചകൾക്ക് എത്തി എന്നതിനെയും നമ്മൾ പോസിറ്റീവായി തന്നെ കാണണം. ഇതിലൊരു കരാർ ഉണ്ടായില്ല എന്ന് കരുതി ഈ കൂടിക്കാഴ്ച പരാജയം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം തുടർ ചർച്ചകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇരു നേതാക്കളും പറയുന്നത്. മാത്രമല്ല ട്രംപിനെ മോസ്കോയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് പുടിൻ എന്നത് നിർണായകമാണ്. പല കാര്യങ്ങളിലും ധാരണയായില്ല. നോ ഡീൽ എന്ന് ട്രംപ് പറഞ്ഞപ്പോൾ പോലും ചർച്ചകളിൽ പുരോഗതിയുണ്ട്. ചില വിഷയങ്ങളിൽ മാത്രമാണ് തർക്കം നിലനിൽക്കുന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ചില പ്രവിശ്യകൾ റഷ്യ പിടിച്ചെടുത്ത് ചില പ്രവിശ്യകൾ യുക്രൈന് നൽകുന്നതുമായി ബന്ധപ്പെട്ടും യുക്രൈനിലെ ചില പ്രവിശ്യകൾ റഷ്യയ്ക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ടുമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോഴും ചർച്ചകളിൽ ഒരു തീരുമാനമാകാത്തതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ചർച്ചകളുടെ സ്ഥിതിഗതികൾ എന്താണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെയും നാറ്റോ രാജ്യങ്ങളെയും അറിയിക്കും. നാറ്റോ രാജ്യങ്ങളുമായി സംസാരിച്ച ശേഷമായിരിക്കും തുടർ നടപടികളെന്ന് ട്രംപ് പറയുകയും ചെയ്യുന്നു. ഇതിൽ പുടിന്റെ വാക്കുകളേറെ ശ്രദ്ധേയമാണ്. പുടിൻ പറഞ്ഞത് യുക്രൈൻ സഹോദര രാജ്യമാണ്, പക്ഷേ റഷ്യയ്ക്ക് പല ആശങ്കകളുമുണ്ട്. അതിൽ സെലൻസ്കിയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സെലൻസ്കി സർക്കാരാണ് അല്ലെങ്കിൽ സെലൻസ്കിയുടെ നിലപാടുകളാണ് പ്രശ്നം എന്നാണ് പുടിൻ ട്രംപിനോട് പറഞ്ഞത്. ഏതായാലും സുരക്ഷാ ഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കടുത്ത നിലപാടുകളിലേക്ക് പോയത് എന്നുകൂടി പുടിൻ പറയുന്നു. ഏതെങ്കിലും തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കും എന്ന് പുടിൻ പറയുന്നില്ല, പക്ഷേ തുടർ ചർച്ചകൾക്ക് തയ്യാറാണ്. മാത്രമല്ല ട്രംപിനെ തിരിച്ച് മോസ്കോയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അതിനെ വളരെ പോസിറ്റീവായി തന്നെ കാണണമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും 3.5 വർഷമായി തുടരുന്ന യുക്രൈൻ റഷ്യ യുദ്ധം അത് അവസാനിപ്പിക്കുന്നതിനായി ഒരു ചർച്ചകളിലേക്കെങ്കിലും കാര്യങ്ങൾ എത്തിയത് വളരെ ആശാവഹം എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. വിനീത, ഈ അലാസ്കയിലേക്ക് വിമാനം കയറും മുമ്പടക്കം ട്രംപ് നടത്തിയ ചില പരാമർശങ്ങളുണ്ടല്ലോ, അതേറെ പ്രധാനപ്പെട്ടതായിരുന്നു. അതായത് വിലപേശാനല്ല പോകുന്നത്, യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ പുടിൻ കഠിനമായി തിരിച്ചടി നേരിടുമെന്നാണ് ട്രംപ് പറഞ്ഞത്. അതിനുശേഷമാണ് ഈ ചർച്ച നടക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു തീരുമാനമൊന്നും ആകാതെ ഈ ചർച്ച ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൽ ട്രംപിന്റെ ഒരു നിലപാട് എന്തായിരിക്കും? റോഷ്നി, ഇതിൽ ട്രംപിൻ്റേത് മാത്രമല്ല നാറ്റോ രാജ്യങ്ങളുടെ കൂടി നിലപാട് നിർണായകമാണ്. പക്ഷേ ട്രംപ് തന്നെ പറയുന്നു പോസിറ്റീവാണ് കാര്യങ്ങൾ. നമുക്ക് വാർത്താ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും ഇരുവരും സൗഹാർദ്ദത്തോടെയാണ് സംസാരിക്കുന്നത്. അതായത് വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 6 വർഷങ്ങൾക്ക് ശേഷമാണ് ട്രംപ് പുടിൻ കൂടിക്കാഴ്ച ഉണ്ടാകുന്നത്. അതിൽ ഇത്ര ഊഷ്മളമായി ഇരു നേതാക്കളും സംസാരിക്കുമ്പോൾ 3.5 മണിക്കൂറിന് ശേഷവും ഇരു നേതാക്കളും ഊഷ്മളമായി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുമ്പോൾ അതിനെ പോസിറ്റീവായി കാണണം. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു കടുംപിടുത്തം പുടിന്റെ മുഖത്തും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നതാണ്. ഏതായാലും യുദ്ധം മതിയാക്കാൻ സമയമായി, അതിന് വേണ്ടത് ചെയ്യേണ്ടത് റഷ്യയാണ്, അമേരിക്കയിൽ വിശ്വാസമുണ്ട് എന്ന് സെലൻസ്കി യുക്രൈൻ പ്രസിഡന്റ് തന്നെ പറയുന്നു. അപ്പോൾ യുക്രൈനെ ട്രംപ് അനുനയിപ്പിക്കുന്നു, അല്ലെങ്കിൽ ട്രംപിന്റെ തീരുമാനങ്ങളായിരിക്കും യുക്രൈൻ അനുസരിക്കാൻ പോവുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ട്. അപ്പോൾ വീണ്ടും ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോയാൽ ഒരു പക്ഷേ ഈ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ട്രംപ് നേരിട്ടെത്തിയാണ്, വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് പുടിനെ സ്വീകരിച്ചത്. വ്യോമത്താവളത്തിൽ വെച്ച് ഇരുവരും ഹസ്തദാനം ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇങ്ങനെ ചർച്ചാവേദിയിലേക്ക് ട്രംപിന്റെ കാറിൽ എത്തുന്നത് നമ്മൾ കണ്ടു. യുദ്ധവിമാനങ്ങൾ പുടിനെ ആകാശ അഭിവാദ്യം ചെയ്തുകൊണ്ട് നീങ്ങി. ഈ ശീതകാല യുദ്ധത്തെ സമയത്ത് റഷ്യയെ ലക്ഷ്യമിട്ടുകൊണ്ട് US നിർമ്മിച്ച വിമാനങ്ങൾ പുടിന് അകമ്പടി ആയി വരുന്നതൊക്കെയാണ് കണ്ടത്. അതൊക്കെ നമ്മൾ വളരെ റഷ്യ ഒപ്പം അമേരിക്ക, ഈ ബന്ധങ്ങൾ, ആ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ വളരെ നിർണായകമായ ചുവടുവയ്പായി തന്നെയാണ് ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധർ ഉൾപ്പെടെ വിലയിരുത്തുന്നത്. ഏതായാലും
വ്ളാഡിമിർ സെലൻസ്കിയെ ക്ഷണിക്കാതിരുന്നത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയെങ്കിൽ പോലും അത് കൂടുതൽ വഷളാകേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യുമ്പോൾ പോലും അതൊരു തർക്കത്തിലേക്ക് പോകേണ്ട എന്ന് കരുതിയായിരിക്കണം സെലൻസ്കിയെ ട്രംപ് ക്ഷണിക്കാതിരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും യുക്രൈനെ കൂടിയുള്ള ഒരു ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമാധാന ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന പ്രതീക്ഷ തന്നെയാണ് ഇന്നത്തെ അലാസ്ക ഉച്ചകോടി നൽകുന്നത്. ഏതായാലും യുദ്ധം മതിയാക്കുന്നു എന്ന നിലയ്ക്ക് ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിൽ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ പോലും ചർച്ചകൾ ആശാവഹമാണ് എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. റോഷ്നി, ചൈതന്യം. ശരി, വിനീത വേണുവാണ് വിവരങ്ങൾ നൽകിയത്. നോ ഡീൽ എന്ന് ഇപ്പോൾ ട്രംപ് എന്തായാലും പറയുകയാണ്. തുടർ ചർച്ചകൾ നടക്കുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും ട്രംപിനെ മോസ്കോയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ നിലവിൽ ധാരണയായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ട്രംപ് പുടിൻ കൂടിക്കാഴ്ച ലോകരാജ്യങ്ങൾ തന്നെ ഉറ്റുനോക്കിയിരുന്നതാണ്. അതിൽ ഇന്ത്യയെ സംബന്ധിച്ച് തന്നെയും നിർണായകമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് കരുതിയതാണ്. ഇപ്പോൾ ഈ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ, പക്ഷേ അതിലൊന്നും നിലവിൽ വിവരങ്ങൾ പുറത്തു വരുന്നില്ല. എന്തായാലും തുടർ ചർച്ചകൾക്ക് ധാരണയായിട്ടുണ്ടെന്ന വിവരങ്ങളാണ് ഏറ്റവും പുതിയതായി അറിയാൻ കഴിയുന്നത്. വിനീത വേണുവാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.